ഇപ്പോഴും നമ്മൾ ഈ നിൽക്കുന്ന തിരക്കൊക്കെ കണ്ടില്ലേ, ഇത് നമ്മളിപ്പോൾ നിൽക്കുന്ന കേരളത്തിലെ കമ്പക്കെട്ട് ആശാന്മാരുടെ ഒരു തലസ്ഥാനത്താണ് നിൽക്കുന്നത്. പൂഴിക്കുന്ന് എന്ന് പറയുന്ന സ്ഥലത്താണ് നമ്മളുള്ളത്. പൂഴിക്കുന്ന് എന്ന് പറയുന്നത് കേരളത്തിലെ കമ്പക്കെട്ട് ആശാന്മാരുടെ ഒരു സ്ഥലമായിരുന്നു. അവിടെ ഇന്നും അതിനൊരു കുറവും ഇല്ലെന്നുള്ളതാണ് ഇന്നത്തെ ദിവസം തെളിയിക്കുന്നത്. നാളെ നമ്മളെ ദീപാവലിയാണ്. അത് കേരളത്തിൽ പ്രത്യേകിച്ച് തിരുവനന്തപുരം, കൊല്ലം മേഖലകളിൽ ഏറ്റവും കൂടുതൽ പടക്കം വയ്ക്കുന്ന സമയം ദീപാവലിയാണ്. അതേസമയം തൃശ്ശൂരാണെങ്കിൽ വിഷുവിനാണ് സംഭവിക്കുന്നത്. അങ്ങനെ ഈ ഒരു ഏരിയ പൂഴിക്കുന്ന് എന്ന് പറഞ്ഞാൽ വലിയ 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 ആശാന്മാരുടെ ഒരു സങ്കേതമാണ്. ഇന്ന് ആ തിരക്ക് ഇവിടെ ഫീൽ ചെയ്യുന്നുണ്ട്. അത്രയ്ക്ക് പടക്കക്കടകളുടെ ഒരു വസന്തമാണ് ഇവിടെ കാണുന്നത്. ബാക്കി നിങ്ങൾ വിഷ്വൽ കണ്ടോ? വെക്കടാ വെടി. ഈ റോഡിന്റെ രണ്ട് വശവും സത്യത്തിൽ വണ്ടികളുകൊണ്ടും പടക്കക്കടകളുടെ ഒരു വസന്തം തീർത്തുകൊണ്ടിരിക്കുകയാണ്. കാരണം വെച്ചാൽ നാല് വശവും രണ്ട് വശവും നിറയെ കടകളാണ്, പടക്കക്കടകളാണ്. അത് വാങ്ങാൻ തിരുവനന്തപുരത്തിന്റെ വിവിധ സ്ഥലങ്ങളിൽ നിന്ന് ആൾക്കാർ മൊത്തം പൂഴിക്കുന്ന് തിരക്കി വരുന്ന ഒരു അവസ്ഥയാണുള്ളത്. ഈ റോഡ് തന്നെ സത്യത്തിൽ ഒരു ചെറിയ ബ്ലോക്കാണ്. കാരണം ആരെ കയ്യിൽ നോക്കിയാലും ഇഷ്ടം പോലെ പടക്കം, കമ്പിത്തിരി, പൊട്ടുന്നത്, പൊട്ടാത്തത്, മാലപ്പടക്ക്, അങ്ങനെ പറഞ്ഞറിയിക്കാൻ പറ്റൂല. കാരണം വെച്ചാൽ നാളെയാണ് ഇതിൻ്റെ വസന്തം എല്ലാം നമ്മൾ ആകാശത്ത് കാണുന്നത്. ഇന്ന് മനസ്സിൽ അങ്ങനെ ഒരു വസന്തം തീർത്താണ് ഈ ആൾക്കാർ വളരെ പ്രതീക്ഷയിൽ ഇവിടെ വന്ന് വാങ്ങുന്നത്. ബാക്കി എവിടെ നിന്ന് വാങ്ങിയാലും കൊടുക്കുന്നതിനേക്കാൾ വളരെ ചെറിയ പൈസയ്ക്ക് നമുക്ക് ഇവിടെ നിന്ന് കിട്ടുന്നതാണ്ടോ. വിശ്വരൂപങ്ങളാണ് ഓരോരുത്തരുടെ കയ്യിൽ ഇരിക്കുന്നത്. ഇതെല്ലാം പടക്കങ്ങളാണ്, വളരെ വ്യത്യസ്തമായ പടക്കങ്ങളാണ്, അടിപൊളി പടക്കങ്ങളാണ്. അതിലുപരി പൈസ സാമ്പത്തികമായിട്ട് ചെറിയ പൈസക്കകത്ത് നമുക്ക് ഇവിടെ വന്ന പടക്കം വാങ്ങാൻ പറ്റും. കാരണം എല്ലാവരും ഇവിടുത്തെ കടകളെല്ലാം മാറിക്കൊടുത്ത് അതെല്ലാം പടക്കക്കടകളായി മാറിയ ഒരു അവസ്ഥയാണ്. ഇതാ രണ്ട് വശങ്ങൾ, ഒരു വശമല്ല, റോഡിൻ്റെ രണ്ട് വശവും വണ്ടികളൊക്കെ വളരെ കത്തിച്ചാണ് ഇവിടെ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നത്. അങ്ങനെ പടക്കത്തിൻ്റെ ഒരു നമ്മുടെ യുവതലമുറ കംപ്ലീറ്റ് പടക്കത്തിൻ്റെ പുറകെയാണെന്നാണ് തോന്നുന്നത്. കാരണം യുവാക്കൾ അത്രയും ഉണ്ട് ഈ റോഡിൽ. അടിപൊളി 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 അടിപൊളി. ഇത് കണ്ടല്ലോ, ഇത് ഇവിടുത്തെ ജനത്തിരക്ക് തന്നെ പടക്കം വാങ്ങിക്കാനാണ്. ശരിക്കും ഫാൻസി ഐറ്റമാണ് ഇവിടെ കൂടുതലും നിർമ്മിക്കുന്നത്. അത് ഇവിടുത്തെ ഒരു പ്രത്യേകത ഉണ്ട്. ഇത് ചൈനയിൽ നിന്ന് വന്നതല്ല, ഇവിടെ നിർമ്മിക്കുന്ന പടക്കമാണ്. കാരണം ഇവിടെ ഇവരെല്ലാവരും ഈ പടക്കക്കെട്ടുകാരാണ്. മിക്കവാറും വീടുകളും ആശാന്മാരും ഒക്കെ ഇപ്പം അവരെ ഉപജീവന മാർഗം സത്യത്തിൽ മുടങ്ങിയ അവസ്ഥയാണ്. കാരണം വലിയ കമ്പങ്ങളൊന്നും ഇപ്പം നടക്കുന്നില്ല. അപ്പം ഈ ഒരു വർഷത്തിൽ കിട്ടുന്ന വരുമാനത്തിന് വേണ്ടിയാണ് ഇവരെല്ലാവരും ജോലി ചെയ്യുന്നത്. ഇതാണ് ഈ തിരുവനന്തപുരത്തിൻ്റെ ഇന്നത്തെ അവസ്ഥ എന്ന് പറഞ്ഞാൽ ദീപാവലിയുടെ തലേ ദിവസം അടിപൊളി ജനപ്രളയമാണ് ഇവിടെ. ഇത് വീടുകളിലും ഇവർ ഇത് നിർമ്മിക്കുന്നുണ്ട്. ആശാന്മാരുള്ള ഏരിയയാണിത്. അപ്പോൾ ഇപ്പോൾ നമ്മുടെ വീടുകൾ നിർമ്മിച്ച് അവർക്ക് കടകളുണ്ട്. ഹോൾസെയിലായിട്ടും റീറ്റെയിലും ആയിട്ടൊക്കെ നമുക്ക് പടക്കം വാങ്ങിക്കാൻ പറ്റുന്ന സ്ഥലമാണ്. തിരുവനന്തപുരത്തിൻ്റെ കണ്ണായ സ്ഥലം പൂഴിക്കുന്നെന്നാണ് ഈ സ്ഥലത്തിൻ്റെ പേര്. കണ്ടോ, ജനസാഗരമാണ്. നല്ല നല്ല പടക്കങ്ങൾ വാങ്ങിക്കാൻ പറ്റുന്ന ഏറ്റവും മനോഹരമായ കടകളും ഷോപ്പുകളും കണ്ടോ. ഇതൊക്കെ ചെറിയ കുറഞ്ഞ വിലയിൽ നമുക്കിവിടെ ഒന്ന് വാങ്ങാൻ പറ്റും. അടിപൊളിയാണ്. വീടുകളിലൊക്കെ തന്നെ കണ്ടോ ഫയർ വർക്ക്സ് എവിടെ നോക്കിയാലും. പൂഴിക്കുന്നെന്ന് പറഞ്ഞാൽ പടക്കക്കടയുടെ ഒരു പറുദീസയാണ്. ഞങ്ങൾ ഫാമിലി ആയിട്ട് പടക്കം വാങ്ങിക്കാൻ വേണ്ടി വന്നതാണ്. എന്തോടാ നിനക്കെന്ത് പറയാൻ പറ്റും? അല്ല, ഈ പടക്കം ഇതുമായിട്ട് അനുബന്ധമായിട്ട് സ്വീറ്റ്സ് കൂടെ ഉണ്ടല്ലോ. സ്വീറ്റ്സ് ഉണ്ട്, അത് കിട്ടാൻ മാർഗമുള്ള കടകളുണ്ട്. ഞങ്ങൾ അവിടെ നിന്ന് ഒരു കടയിൽ നിന്ന് വാങ്ങിച്ചായിരുന്നു. അടിപൊളി സ്വീറ്റ്സ് ഉണ്ട്. 1 കിലോ സ്വീറ്റ്സ് ഒക്കെ 300 രൂപയുള്ളൂ. നമുക്ക് അവിടെ നിന്ന് വാങ്ങിക്കാം.